അപ്പോൾ ഗായ്സ് ഇന്ന് നമുക്ക് കിട്ടിയത് സോളാറിൻ്റെ ട്രിപ്പ് തന്നെയാണ്. നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് പുത്തനത്താണി. അപ്പോൾ അതിൻ്റെ വിശേഷം കാണാം. വണ്ടി ഇങ്ങനെ എടുത്ത് നമ്മളിഞ്ഞ് ഡീസൽ അടിക്കണം, ഗ്ലാസ് ഒന്ന് കേൾക്കണം, അതിൻ്റെ നേരെ പോയേക്കാം. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കണം 1000, കഴിഞ്ഞ് ഗ്ലാസ് ഒന്ന് കേൾക്കണം. ഗ്ലാസ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് വൃത്തിയായ സുഖമല്ലേ. ഡീസൽ അടിച്ചു. ഡീസൽ ഒരു 1000 അടിച്ചു വെച്ച് മഞ്ചേരി കൂടെ അങ്ങനെ പോവാണ്. കോട്ടക്കൽ പോയി അങ്ങനെ ഹൈവേക്ക് കയറണം. പുത്തനത്താണിക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സൗത്ത് പുത്തലം കഴിഞ്ഞ് ഇനി നേരെ 12 കാവനൂർ അങ്ങനെ പോകും. നമ്മളിത് കാവനൂർ കഴിഞ്ഞ് എളയൂർ ഇറക്കിറങ്ങാണ്. ഈ ഇറക്കിറങ്ങിയോടുകൂടി നമ്മൾ എളയൂർക്ക് എത്തും. എളയൂരിൽ നിന്ന് നമ്മൾ പൂക്കളത്തൂർ റോഡായിരിക്കും. അങ്ങനെ പൂക്കളത്തൂർ റോഡ് കയറിയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മഴ കിട്ടി. പൂക്കളത്തൂർ എത്താനായപ്പോൾ തന്നെ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. പിന്നെ അങ്ങോട്ട് വലിയ മഴ കിട്ടിയില്ല. മഴ ഇങ്ങനെ ചോർന്നു വന്നു. അതിൻ്റെ ഇടയിൽ ആ ഏരിയയിൽ നല്ല മഴ കിട്ടി നമുക്ക്. അങ്ങനെ നമ്മൾ ഈ ഇറക്കറിഞ്ഞോടുകൂടി മോങ്ങത്തേക്ക് എത്തും. മോങ്ങത്തു നിന്ന് വെള്ളാമ്പ്രം അങ്ങനെയാണ് പോണത്. അങ്ങനെ അതാ ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങിയാൽ നേരെ മോങ്ങത്തേക്ക് എത്തും. അങ്ങനെ മോങ്ങത്തെത്തി. അങ്ങനെ ഇപ്പോൾ നമ്മൾ മോങ്ങ റോഡിന് കയറി ഇനി നേരെ മോങ്ങം വെള്ളാമ്പ്രം. ഇവിടുന്ന് കുറച്ച് പോയ 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ പോയ വെള്ളാമ്പ്രത്ത് നിന്ന് നേരെ മലപ്പുറം റോഡ് കയറി അങ്ങനെ പോവാം. നമ്മളിപ്പോൾ വെള്ളാമ്പ്രത്ത് നിന്ന് മലപ്പുറം റോഡിലേക്ക് കയറി അങ്ങനെ നേരെ ഇങ്ങനെ പോവാണ്. കുറച്ച് പോവാണ്ട്. അങ്ങനെ നമ്മൾ വെള്ളാമ്പ്രം റോഡ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നേരെ ഇങ്ങനെ പോവാം. പ്രത്യേകിച്ച് നമുക്ക് പരിപാടിയൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സോളാർ വെക്കണമെങ്കിലോ വണ്ടി സംബന്ധമായ എന്തുണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മളെ നമ്പർ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താണ്. എന്തുണ്ടെങ്കിലും ഒന്ന് DM ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും കൊടുക്കുക. അതിൻ്റെ പേരും മാൻഹോപ്പ് മൊബിലിറ്റി തന്നെയാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടും എന്തുണ്ടെങ്കിലും നമ്മൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഫൈൻ അടക്കാനോ കാര്യങ്ങളോ അടക്കാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ മലപ്പുറത്ത് നിന്ന് കോട്ടക്കൽ റോഡ് കയറി ഇങ്ങനെ പോവുകയാണ്. ഒതുക്കുങ്ങൽ ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ഒതുക്കുങ്ങൽ എത്തും. അങ്ങനെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നമുക്ക് സോളാർ നല്ല കുറച്ച് അത്യാവശ്യം എടുക്കാറുണ്ട്. അവിടെ നിന്ന് കിട്ടണത്തോളം എടുക്കും. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തി. പുത്തൂർ പാലം ഞാൻ തോന്നുന്നുണ്ട്, ഇത് അറിയില്ല. ഇത് കഴിഞ്ഞാൽ നേരെ കോട്ടക്കൽ എൻ്റർ ചെയ്യും. കോട്ടക്കൽ ആസ് യൂഷ്വൽ കോട്ടക്കൽ എപ്പോഴും ബ്ലോക്ക് തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത്. കോട്ടക്കൽ ഓൾറെഡി ബ്ലോക്ക് തന്നെയാണ് ഉണ്ടാവൽ, കോട്ടക്കൽ ടൗണ്. അങ്ങനെ നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ വരുന്നത്. ബ്ലോക്ക് വമ്പച്ചടപ്പാണ്. പക്ഷെ ഇവിടെ കോട്ടക്കൽ കഴിഞ്ഞ് നേരെ ചങ്കുവെട്ടി കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് ഹൈവേക്ക്. ആ ഒരു സമാധാനമുണ്ട്. ഹൈവേ കയറി നേരെ ഇങ്ങനെ വെട്ടിച്ചിറ ടോള് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ നല്ല സുഖം. ഒരു 5-6 കിലോമീറ്റർ. ഓട്ടോ ഡ്രൈവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ അങ്ങനെ കയറുക. ബാക്കിൽ ബസ്സാർ പെരൂ ഓണടി. എതുക്ക് അങ്ങോട്ട് നോക്കൂ, അവിടെ ഹൈവേ. അങ്ങനെ നമ്മൾ സർവീസ് റോഡ് ഇങ്ങനെ പോവാണ്. ഇനി നേരെ ഹൈവേക്കട് കയറും. സർവീസ് റോഡ് ഇവിടെ എൻഡ് ആവും, ഹൈവേക്കാണ് എൻട്രി ആവും. നമ്മൾ ഹൈവേക്ക് കയറി നേരെ ഇങ്ങനെ പോവാണ്. അതാ നമ്മൾ പുത്തനത്താണിയെ ലക്ഷ്യമാക്കി പോയോണ്ടിരിക്കുകയാണ്. സാധനങ്ങള് ഭയങ്കര ഇത് പോയി കഴിഞ്ഞാൽ ഏത് വണ്ടിയും ഇത് പോകണം. ഇപ്പം നമ്മൾ സോളാർ കയറ്റുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലോഡാക്കിയിട്ട് നമ്മളിവിടെ എത്തി. കയറ്റാൻ നിൽക്കുമ്പോൾ മഴ ചെയ്ത് അപ്പം മഴ ചോർന്നിട്ട് കയറ്റാനുള്ള മട്ടിൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് അങ്ങനെ മഴയൊക്കെ ചോർന്ന് നമ്മൾ കയറ്റി. 18 രണ്ട് സൈഡിലും 18 വെച്ച് നല്ല ദമ്മിൽ കയറിട്ട് കെട്ടി. കാരണം സോളാർ പാനലായതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല ടൈറ്റാക്കി കട്ടേണ്ടി വരും. അത് ചില്ലാണല്ലോ ഉള്ളിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ലൂസാവുകയോ എന്തായാലും പൊട്ടും. ഒരു പാനൽ ഏകദേശം 30-something ഉറുപ്പ്യൻ്റെ വരുന്നുണ്ട്. ഇപ്പോൾ സോളാർ ഫുള്ള് കയറ്റി. മൊത്തം 18 രണ്ട് സൈഡിൽ 18 വെച്ചായിട്ട് സോളാർ കയറ്റി.
ഇവിടുന്ന് പോവാണ് നേരെ ഓരോ സൈറ്റിക്ക്. നല്ല ലോഡുണ്ട്. അതാ ഫുൾ ലോഡ് സോളാറായിട്ട് നേരെ നാട്ടിലേക്ക്. നല്ല പോണുള്ളൂ. ഫുള്ള് 36 പീസുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സിറ്റ് മിസ്സായിട്ട് 2-3 കിലോമീറ്റർ അപ്പുറത്ത് പോയി തിരിഞ്ഞ് വന്നേക്കേനി. അപ്പോൾ അന്നേരം നമ്മൾ നോട്ടേച്ച് ഈ എക്സിറ്റാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇപ്പം പ്രാവശ്യം നമ്മൾ കറക്റ്റ് ഇവിടെ എക്സിറ്റ് എടുത്ത് ഇറങ്ങുകയാണ്. അത് ഹൈവേൻ്റെ പ്രശ്നം അതാണ്. നമ്മൾ എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സിറ്റ് കിട്ടണമെങ്കിൽ നല്ലോണം റൺ ചെയ്യേണ്ടി വരും. അത് നമുക്ക് നഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഹൈവേ ഇറങ്ങി കോട്ടക്കൽ ഭാഗത്തേക്ക് വണ്ടി കയറി. ഇനി നേരെ കോട്ടക്കൽ അങ്ങനെ പോവാണ്. മഞ്ചേരിക്കാണ് ആദ്യം ഉള്ളത്. കാരക്കുന്ന് ഫസ്റ്റ് അൺലോഡിങ് പോയിൻ്റ് വരുന്നത് കാരക്കുന്നിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കോട്ടക്കൽ റോഡൊക്കെ കയറി. കോട്ടക്കൽ റോഡൊക്കെ കഴിഞ്ഞ് നേരെ മഞ്ചേരി റോഡ് ഇങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. നല്ല ലോഡുണ്ട് വണ്ടി. അപ്പം എല്ലാം ഇങ്ങനെ പോവാണ്. നേരെ ബസ് ഇറക്കേണ്ടത് കാരക്കുന്നാണ്. മഞ്ചേരി കാരക്കുന്ന്. പിന്നെ നമ്മളെ നാട്ടിലേക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോളാർ ആണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. ആർക്കെങ്കിലും സോളാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീൽ ചെയ്താൽ മതി. അവിടേക്ക് നമ്മളെ നൂറടി പാലത്തിൻ്റെ ഇപ്പുറത്തേക്കുള്ള സ്ഥലമല്ലേ മലപ്പുറം, അവിടേക്ക് എത്തും. അവിടുന്ന് പിന്നെ നേരെ മലപ്പുറത്തുനിന്ന് നേരെ മഞ്ചേരി. അങ്ങനെ നമ്മൾ പോകേണ്ടത്. നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ ആയിക്കൂടെയാണ് വിചാരിച്ചത്. നോക്കണം, ഒന്നുകൂടി വിളിച്ചു നോക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ ആയിക്കൂടെ ഇങ്ങനെ പോവാണ്. അവിടെ എത്തിയില്ല. അവിടേക്ക് ഈ കയറ്റം ഇങ്ങനെ കയറി നേരെ ഇങ്ങനെ പോയാൽ അങ്ങോട്ട് എത്തും. അവിടുന്ന് മഞ്ചേരി റോഡ് കയറി നേരെ മഞ്ചേരിക്കാണ് പോകേണ്ടത് നമുക്ക്. അങ്ങനെ മഞ്ചേരി റോഡ് കയറി നമ്മൾ മലപ്പുറത്തുനിന്ന് ഇനി നേരെ ഇങ്ങനെ മഞ്ചേരിൻ്റെ ഇടയിൽ നല്ല ഹോട്ടൽ കാണുമ്പോൾ സൈഡാക്കണം ഭക്ഷണം കഴിക്കാൻ. വൈകുന്നേരം 4 മണി 5 മണി ആവാനാണ്. അങ്ങനെ നമ്മൾ വീട് നോക്കി അങ്ങനെ പോവാണ്. നമ്മളിപ്പോൾ മഞ്ചേരി എത്താനായി. ആനക്കായം ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അപ്പം 5 മണിയായി. അവിടെ അങ്ങനെ ഇപ്പോൾ ചോറച്ച് ഇവിടുന്ന് കുറച്ചുകൂടി പോകണ്ട. മഞ്ചേരിക്ക് പോകാൻ നിൽക്കണം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കണം. 5-5:30 സ്ഥലം ഒരു പിടുത്തം കിട്ടില്ല. നമ്മൾ നേരെ ഇങ്ങനെ പോകണം. മഞ്ചേരിക്കാണ് ആദ്യം എത്തുക നമ്മൾ. മഞ്ചേരിയിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഇറങ്ങി ബൈപ്പാസ് കൂടെയാണ് പോകേണ്ടത് തോന്നുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെയായാലും എത്തിയാൽ മതി മഞ്ചേരി. അങ്ങനെ നമ്മൾ കാരക്കുന്നിക്കുള്ള റോഡ് കയറി. ഏട്ടോണ്ടെന്ന് അർജൻറ്റീന തോറ്റില്ലേ, സൂപ്പറായി തോറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കാരക്കുന്ന് കൂടെ ഇങ്ങനെ പോവാണ്. കാരക്കുന്ന് കുറച്ച് ഉള്ളോട്ടാണ് നമുക്ക് ഇറക്കേണ്ടത് ഫസ്റ്റ് പോയിന്റിൽ. അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒന്നാമത്തെ സൈറ്റിൽ ഇറക്കി. ഇനി രണ്ടാമത്തെ സൈറ്റിലേക്ക് പോകാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കാരക്കുന്ന് സൈറ്റിൽ ഇറക്കി. ഇനി നേരെ തോട്ടുമുക്കം കോന്നി 2 സൈറ്റ്. തോട്ടുമുക്കത്തെ ഒരു സൈറ്റ് ഇറക്കാനുള്ളതാണ്. അവിടെ കൂടി ഇറക്കാറുണ്ട്. പിന്നെ ഒരു സൈറ്റ് കൂടി ഉണ്ട്. പോയേക്കാം. കൊടുത്താണ് രാത്രിയാണ്. അപ്പോൾ രണ്ടാമത്തെ സൈറ്റിൽ ഇങ്ങനെ സോളാർ ഇറക്കുകയാണ്. ഇവിടെ ഒരു 6 പാനൽ നമുക്ക് ഇറക്കാനുള്ളത്. അങ്ങനെ നിങ്ങൾ ഇറക്കി വരും. നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്തുതരാം. സോളാറിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്തുതരും. ഇൻസ്റ്റാളേഷൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇനി 3ാമത്തെ സൈറ്റിലേക്ക് പോവാണ്. കാരക്കുന്ന് ഇറക്കി, ഈസ്റ്റ് വടക്കമ്പൂർ ഇറക്കി, ഇനി തോട്ടുമുക്കം ഇറക്കാമല്ലേ. ഇതാ വരാം അടുത്ത ഭാഗത്തല്ലേ. ഇതാണോ എൻ്റെ വീട്? ഇതോ അടിയതല്ലേ? വഴി തെറ്റി. അഷ്ണുവിൻ്റെ പണിയാണ്. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ സൈറ്റിലും ഇറക്കി. തോട്ടുമുക്കം ഇനി നേരെ 3 എന്താ ജാനിയത്
മൂന്നാമത്തെ സൈറ്റേക്ക്. 3 അല്ല 4 അല്ലേ? ചാടിക്കണ്ട കേട്ടോ, മറ്റേ അവിടെ ക്ലിക്ക് വിട്ടാല് 4ാമത്തെ സൈറ്റേക്ക് കുനിയിൽ. അവിടെ 2 സൈറ്റും, അപ്പം 5ആയി. അങ്ങനെ നമ്മൾ അവസാന സൈറ്റിൽ ലോഡ് ഇറക്കി. ഇനി നേരെ നാട്ടുകാരി കൊടുക്ക് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്.